സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നീങ്ങാം. January 22 ഷിഫ്റ്റ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ നമ്പർ ഓഫ് സ്ട്രക്ചേഴ്സ് ഫ്രം ദ ഫോളോയിങ് വിച്ച് ക്യാൻ ബി കോറിലേറ്റഡ് ടു ഡീഗ്ലിസറാൽഡിഹൈഡ്. ബേസിക്കലി ഡി കോൺഫിഗറേഷൻ വരുന്ന സ്ട്രക്ചേഴ്സ് ഏതാണെന്നാണ് ചോദ്യം. ഡി എല്ലാവർക്കും അറിയാലോ മക്കളെ. സെക്കൻഡ്, അതായത് നമ്മൾ ഫിഷർ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഫിഷർ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ആൽഡോസിന്റെ ഫിഷർ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ എപ്പോഴും പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് മേളിൽ വരണം കേട്ടോ. പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് തലതൊട്ടപ്പൻ എപ്പോഴും മേളിൽ വരണം. ഇപ്പൊ ആൽഡോസിന്റെ ഒക്കെ വരയ്ക്കുകയാണെങ്കിൽ ആൽഡിഹൈഡ് മേളിൽ വരണം. അങ്ങനെയായിരിക്കണം ഫിഷർ പ്രൊജക്ഷൻ വരയ്ക്കേണ്ടത്. അങ്ങനെ ഫിഷർ പ്രൊജക്ഷൻ വരച്ചിട്ട് സെക്കൻഡ് ലാസ്റ്റ് കാർബണിൽ H ലെഫ്റ്റിലും OH റൈറ്റിലും ആണെങ്കിൽ ദാറ്റ്സ് ഡി. എല്ലാവർക്കും അറിയാലോ മക്കളെ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുകയാണ്, ഫസ്റ്റ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ദേ CHO മേളിൽ വന്നു. ഇവിടെ ഞാൻ H വെച്ചിട്ട് ഫില്ല് ചെയ്യാണ് കേട്ടോ. അവർ മൊത്തം വരച്ചിട്ടുള്ള കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ട് HOH പിന്നെ ഇത് CH2OH. അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് കാർബണിൽ H ലെഫ്റ്റിലും OH റൈറ്റിലുമാണ്. സോ ദാറ്റ് മീൻസ് ഇത് ഡി ആണ് മക്കളെ. ആദ്യത്തെ സ്ട്രക്ചർ ഡി ആണ്. ദ ഫസ്റ്റ് സ്ട്രക്ചർ ഇസ് ഡി. ഇത് ഡി ആണ് വരിക. ഓക്കെ. രണ്ടാമത്തെ നമുക്ക് നോക്കാം. CHO HOH CH2OH. Again second last carbon H on the left side, OH on the right side. അപ്പോൾ ഇതും ഡി ആണ് വരിക. മൂന്നാമത്തെ നമുക്ക് നോക്കാം. CHO OH CH2OH. OH ലെഫ്റ്റ് സൈഡിലും H റൈറ്റ് സൈഡിലുമാണ് വരുന്നത് സെക്കൻഡ് ലാസ്റ്റ് കാർബണിൽ. സോ ദാറ്റ് ഇസ് നോട്ട് ഡി. ഇത് എൽ ആണ് വരിക. ലാസ്റ്റ് വൺ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ അതെ സർ സെക്കൻഡ് ലാസ്റ്റ് കാർബണിൽ OH ലെഫ്റ്റ് സൈഡിൽ അത് ഡി ആണെന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞു ഫിഷർ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ തലതൊട്ടപ്പൻ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് മേളിൽ വരണം. അപ്പൊ ഇവിടെ അതിന് തലകുത്തി വെച്ചേക്കണ ആളെ നേരെ 180 ഡിഗ്രി ഇൻ ദ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുക. ഫിഷർ പ്രൊജക്ഷൻ 180 ഡിഗ്രി ഇൻ ദ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്താൽ ഒരു പ്രശ്നവും ഇല്ല മക്കളെ. സോ ഇത് 180 ഡിഗ്രി ഇൻ ദ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രക്ചർ വരാൻ പോകുന്നത് CHO സ്ട്രക്ചർ വരാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. CHO HOH, അതായത് ലെഫ്റ്റ് സൈഡിലുള്ളതൊക്കെ റൈറ്റ് സൈഡിൽ വരും, റൈറ്റ് സൈഡിലുള്ളതൊക്കെ ലെഫ്റ്റ് സൈഡിൽ വരും. ഓക്കെ. അതേപോലെ OH പിന്നെ HOH CH2OH. നിങ്ങൾ നോക്കിക്കേ മക്കളെ, ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5. 1 2 3 4 5. OH ആണ് OH ആണ് OH. ഈ CH2OH ഇവിടെയുണ്ട്. സോ ബേസിക്കലി സെക്കൻഡ് ലാസ്റ്റ് കാർബൺ നിങ്ങൾ നോക്കുക. സെക്കൻഡ് ലാസ്റ്റ് കാർബൺ ഇതാണ്. സെക്കൻഡ് ലാസ്റ്റ് കാർബണിൽ H ഓൺ ദ ലെഫ്റ്റ് സൈഡ്, OH ഓൺ ദ റൈറ്റ് സൈഡ്. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ എല്ലാം എന്ന് പറയും. പക്ഷെ ഫിഷർ പ്രൊജക്ഷനിൽ തലതൊട്ടപ്പനെ മേളിൽ വരയ്ക്കണം. അതായത് പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഗ്രൂപ്പിനെ മേളിൽ വരയ്ക്കണം. എന്നിട്ടാണ് ഡി ആൻഡ് എൽ കോൺഫിഗറേഷൻ നോക്കേണ്ടത്. സോ ദിസ് ഓൾസോ ബിക്കംസ് ഡി. ഇതും ഡി ആണ് മക്കളെ. സോ മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട്? ഡി 3 എണ്ണം ഡി കോൺഫിഗറേഷൻ ആണ്. 52 ദി ആൻസർ ഇസ് 3. ഓക്കെ ആണോ? ഇത് ഏത് ഭാഗത്തു നിന്നാണ് മക്കളെ? ഏത് ചാപ്റ്ററിൽ നിന്നാണ്? ഇത് ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്റർ ആണ്. ഏത് സബ് ടോപ്പിക്കാണ്? ഡി ആൻഡ് എൽ കോൺഫിഗറേഷൻ ഓഫ് മോണോസാക്കറൈഡ്സ്. ഓക്കെ ആണോ? ഫൈൻ. ഈസി ക്വസ്റ്റ്യൻ ആണ്.